നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീതി ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ എന്താ ഒരു അക്ഷരം പോലും മിണ്ടാതെ കേട്ടു നിന്നത്? ഞാൻ കേട്ടു നിന്ന് ആരാ പറഞ്ഞത്? ശിവാനിയോട് ചന്ദ്രയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ ഞാനും പറഞ്ഞല്ലോ. ശിവാനിയുടെ കല്യാണത്തിന് അവളും അമ്മയും നിൽക്കില്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അവള് കാണിക്കുന്നത് നന്ദി കേടാണോ അല്ലയോ അത് പറ. നന്ദികേടും നിന്നെയും കാണിച്ചത് നീയും ശിവാനിയാണ്. മിണ്ടാൻ യാതൊരു അർഹതയും നിങ്ങൾക്കില്ല. നിധിക്ക് കിട്ടിയ സൗഭാഗ്യമല്ലേ നീ തട്ടിയെടുത്ത് ശിവാനിക്ക് കൊടുത്തത്? ഓ, അപ്പൊ നിങ്ങളുടെ മോളുടെ കല്യാണം മുടങ്ങിയ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലല്ലേ? എങ്കിലേ ഗൗതമനോട് സത്യം പറയാൻ നിധിയെ വിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ പോയി സത്യം പറ. ശിവാനി കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് ഞാൻ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പോയാല് ഗൗതമനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അതിനും ഞാൻ ആന്റിക്ക് വിളമ്പി കൊടുത്തല്ലോ, പിന്നെന്തുവാ പ്രശ്നം? നിധി ഗൗതമിനെ ഫോൺ വിളിച്ച് സത്യങ്ങളെല്ലാം പറയുന്നു പേടിച്ചിട്ടല്ലേ നീ ആന്റിക്ക് വിളമ്പി കൊടുത്തത്, അല്ലാതെ മാനസാന്തരം വന്നിട്ടൊന്നും അല്ലല്ലോ. നിന്റെ മോൾക്ക് പണക്കാരൻ പയ്യനെ വേണമെങ്കിൽ രണ്ടുപേരും അടങ്ങി ഒതുക്കിയിരുന്നോണം. ഒരു നിമിഷത്തെ ദേഷ്യത്തിന് ഞാനോ നിധിയോ ഗൗതമിനെ വിളിച്ചു പോയാൽ എല്ലാം അതോടെ തീർന്നു. അത് ഓർമ്മ വേണം. അമ്മേ, നിധിക്ക് പുറമെ അച്ഛനും ഭീഷണി തുടങ്ങിയല്ലോ. നീ പേടിക്കണ്ട മോളെ, കൊരയ്ക്കും പട്ടികൾ കടിക്കാറില്ല. ഇതോ അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി. പക്ഷെ അവള് നിധി എന്നെ കൊണ്ട് അവളുടെ അമ്മയുടെ എച്ചിൽ പാത്രം കഴുകിച്ചു. അത് ഞാൻ പൊറുക്കൂല. പണി കൊടുക്കും. 8ന്റെ മുട്ടം പണി തന്നെ ഞാൻ കൊടുക്കും. കൊടുക്കണം മോളെ, ഒരു പണി ഉടനെ കൊടുക്കണം. അല്ലെങ്കിൽ കല്യാണത്തിന് നിൽക്കാതെ അവള് ബാംഗ്ലൂർക്ക് പോവും. അത് തടഞ്ഞേ പറ്റൂ. കല്യാണം അടുക്കുമ്പോ ജോലി ചെയ്യാൻ അവര് രണ്ടുപേരും ഇവിടെ തന്നെ വേണം. അവൾക്ക് കിട്ടിയ ജോലി കളയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കണം. ആ വഴിക്ക് തന്നെയാ എന്റെ ആലോചന നീങ്ങുന്നത്. മോളെ, കിടക്കാറായില്ലേ? കിടന്നാലും ഉറക്കം വരില്ലമ്മ. ഗൗതം ഒരു വലിയ മനുഷ്യനാ. എന്റെ വീഡിയോ കണ്ടുടനെ ഓടി വന്ന് ആരാണ് എന്താണെന്നറിയാത്ത ഒരു പാവപ്പെട്ട കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം പണം തന്നു. അതുപോലെ എത്ര പേരെ ഗൗതം സാറ് സഹായിക്കുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ അമ്മ. ഗൗതം സാറിനെ പോലെ തന്നെയാ ഗൗതം സാറിന്റെ അമ്മയും. ആ ആന്റി സൽക്കർമ്മങ്ങൾക്ക് പണം മുടക്കുന്നത് പോരാഞ്ഞ് ബ്ലഡും ഇടയ്ക്കിടയ്ക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. മോന്റെ ആയുസിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, നടത്താത്ത വഴിപാടുകളുമില്ല. നമ്മളോ അറിഞ്ഞുകൊണ്ട് ആ അമ്മയും മകനെയും ചതിക്കുന്നു. ചതിക്കുന്നത് നമ്മളല്ലല്ലോ മോളെ, ശിവാനി ഏട്ടത്തെയും കൂടിയല്ലേ. നമ്മുടെ നാവ് അവർ കെട്ടിയിട്ടിരിക്കല്ലേ. അങ്ങനെ പറഞ്ഞൊഴിയാൻ മനസാക്ഷി സമ്മതിക്കൂ അമ്മേ? ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ ഗൗരവമുള്ള കാര്യം അത് മറച്ചു വെക്കുന്നതും. ദൈവത്തിന് നിരക്കാത്തതാ ഈ കുടുംബം ഈശ്വരമംഗലത്തോട് ചെയ്യുന്നത്. അല്ലെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഒക്കെ ശരിയാ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും കാണാൻ നിൽക്കാതെ നമുക്കിവിടുന്ന് പോവാലോ. ഇങ്ങോട്ട്? അടുത്ത മാസം 7-ാം തീയതിയാ വിവാഹം. അന്ന് തന്നെയാ എന്റെ ട്രെയിനിങ്ങും തുടങ്ങുന്നത്. അതുവരെ പോലും എനിക്കിവിടെ നിൽക്കാൻ വയ്യ. നമുക്കിവിടുന്ന് പോയാലോ അമ്മേ? എങ്ങോട്ട്? നാട്ടിലൊന്ന് പോവാം. ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് കാണാൻ ഇറങ്ങിയതാണെന്ന് പറയാം. കുറച്ചു ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് ബാംഗ്ലൂർക്ക് പോവാം. നീ പറഞ്ഞ തെറ്റില്ലാത്ത കാര്യ. പക്ഷേ നിന്റെ പാലും പത്രവും വിതരണം എന്ത് ചെയ്യും? ബാംഗ്ലൂർ പോകുന്നതിന് വേണ്ടി ഞാൻ ഒരാളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളോട്
കുറച്ച് നേരത്തെ ജോലി തുടങ്ങാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നാളത്തെ ജോലി കഴിഞ്ഞ് നമുക്ക് പോവാം. മറ്റന്നാൾ മുതൽ ഏജൻസി പുതിയ ആള് നടത്തട്ടെ. നമ്മളിവിടുന്ന് പോയാ നിഖില് തനിച്ചാവില്ലേ? അതിനെന്താ അമ്മേ, അവൻ ആൺകുട്ടിയല്ലേ. ഹോസ്റ്റലിൽ നിന്ന് പരിചയമുള്ളതുകൊണ്ട് അവൻ മാനേജ് ചെയ്തോളും. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് ഇവിടെ തന്നെയാ പോസ്റ്റിംഗ്. അപ്പം നമുക്കൊരു വാടക വീടെടുക്കാം. എന്നിട്ട് ഹോസ്റ്റലിൽ നിന്ന് നിഖിലിനെ വിളിച്ച് നമ്മുടെ കൂടെ നിർത്താം. അമ്മ എന്തു പറയുന്നു? ആ ശരി, എങ്കില് അവനെ ഒന്ന് നമുക്ക് കണ്ടിട്ട് അതുവഴി നാട്ടിലേക്ക് പോവാം. അത് ഡബിൾ ഓക്കെ. അപ്പോ നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ദുരിത ജീവിതത്തോട് എന്നേക്കുമായി ഗുഡ് ബൈ. അതെ, ഇനി എന്തിനാ സങ്കടം? ഒന്ന് ചിരിക്ക്. ഒന്ന് ചിരിക്കെന്റെ ചന്ദ്രേക്കുട്ടി. അയ്യേ, ഇതെന്ത് ചിരിയാ? ഞാൻ ദേ ഇക്കിളിയിടുവേ. മോളെ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഗൗതം, അമ്മേ, വസുന്ധര അസോസിയേറ്റ്സില് പുതിയ നിയമനം നടത്തിയ ആ കുട്ടിയില്ലേ, അവളെ നിന്റെ താല്പര്യം അനുസരിച്ചാണ് നിയമിച്ചതെന്ന് കേട്ടല്ലോ. ഏയ് അങ്ങനെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്നേ. ഷീ സ്മാർട്ട് ആൻഡ് വെരി ഇന്റലിജന്റ്. റിട്ടേൺ ടെസ്റ്റില് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതിയത് ആ കുട്ടി മാത്രമാണ്. ആ കുട്ടിക്ക് പിന്നെ ബികോമിന് നല്ല മാർക്കുണ്ടായിരുന്നു. ഒപ്പം വർക്ക് എക്സ്പീരിയൻസും ഉണ്ട്. ആ, അല്ലെങ്കിലും എല്ലാം നോക്കിയേ നീ ഒരു നിയമനം നടത്തൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. നിനക്കെന്തോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മാനേജർ പറഞ്ഞതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓഫീസ് കാര്യങ്ങളിൽ ഞാൻ പേഴ്സണൽ ഇൻട്രസ്റ്റ് നോക്കില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? യെസ് യെസ്, ഞാനത് മാനേജറോട് പറഞ്ഞിരുന്നു. ആ, നിധി ശിവാനിയുടെ റിലേറ്റീവ് ആണെന്ന് അമ്മ ഇപ്പം അറിയണ്ട. അറിഞ്ഞാൽ അതാണ് എന്റെ താല്പര്യത്തിന് കാരണമെന്ന് അമ്മ കരുതും. ആ കുട്ടിയുടെ ബയോഡേറ്റ നിന്റെ കയ്യിലുണ്ടോ? ഹാർഡ് കോപ്പി ഇല്ല, സോഫ്റ്റ് കോപ്പി മൊബൈലിലുണ്ട്. എങ്കിലൊന്ന് കാണിക്കൂ. ആ ആ ആ ദാ ഏട്ടാ, ആ അമ്മ ഏട്ടനെ അന്വേഷിക്കുന്നുണ്ട്. എന്താ കാര്യം? ആ ജോൾസിനെ വിളിക്കാൻ വേണ്ടിയാ. ഓ, ഇനിയും എന്തിനാ അയാളെ വിളിക്കുന്നത്? ഇത്രയൊക്കെ പ്രോബ്ലംസ് വരുത്തി വെച്ചത് അയാൾ ഒറ്റ ഒരുത്തനാ. അയാള് കൊണ്ടുവന്ന ഈ ബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് കലി കയറുക. ആ. എന്നിട്ട് ഏട്ടത്തിക്ക് ഇപ്പോഴും അയാള് പറയുന്നതാ വേദവാക്യം. ഏട്ടന്റെ കല്യാണത്തിന് മുമ്പ് ഇവിടെ എന്തോ പൂജ നടത്തണമെന്നാ ജോത്സ്യം പറയുന്നേ. ഊഹ്, നിന്റെ പാറുനെന്താ വട്ടാണോ ഗൗതം? വിശ്വാസം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ അന്ധവിശ്വാസമാ. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഏട്ടനാ. പാറുവിന് കുറ്റം പറയണ്ടമ്മേ. അച്ഛന്റെ കാര്യത്തിൽ ആ ജോലിശ്ശേരി പറഞ്ഞ കയറ്റിറക്കങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നില്ലേ? അതുകൊണ്ടാ പാറുവിന് അദ്ദേഹത്തെ ഇത്രയും വിശ്വാസം. അത് മാത്രല്ല, ഏട്ടന്റെ ജാതകത്തിലെ ദോഷത്തിന്റെ കാര്യം എല്ലാ ജോത്സ്യന്മാരും പറഞ്ഞതല്ലേ. ഏട്ടത്തിന്റെ ജാതകം ഏട്ടന് കറക്റ്റ് ആണെന്ന് ആന്റി കാണിച്ച ജോത്സ്യന്മാരെ സമ്മതിച്ചതല്ലേ. ഓ, പക്ഷേ അവളുടെ ജാതകം മാത്രമേ കറക്റ്റ് ആവൂന്ന് ആരും പറഞ്ഞിട്ടില്ല.